നിങ്ങൾ തീവ്രവാദികളാ, നിങ്ങളെ ഇവിടെ നിന്ന് ഞങ്ങൾ കെട്ടുകെട്ടിക്കും, അധികാരം ഞങ്ങളെ കയ്യില. അപ്പൊ എന്ത് പറയണം? അയ്യോ ഞങ്ങൾ ഇനിയിപ്പോ എന്ത് ചെയ്യും, ഞങ്ങൾ പിന്നെ നിങ്ങളോടെ ചേരാ. അങ്ങനെയല്ല, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ഇവിടെ പോയി പണി നോക്കടാ, അല്ലാഹ് കൂടെ ഉണ്ടടാ. അത് പറയണം. അത് നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി വെച്ചാൽ പറ്റൂല, നട്ടല് തന്നെ ആകണമെങ്കിലേ പറയാൻ പറ്റൂ. അങ്ങനെയുള്ളൊരു വിഭാഗം ആകാശത്തിന്റെ താഴെ ഭൂമിയുടെ മുകളിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിൽ ഒരു കൂട്ടരേ ഉള്ളൂ. ആരാ? ഫലസ്തീനി മക്കൾ. ഫലസ്തീന്റെ മക്കളുടെ മുമ്പിൽ വന്നിട്ട്, ഫലസ്തീൻ നേതാവിന്റെ അടുത്ത് വന്നിട്ട് ഒരു പത്രക്കാരൻ ചോദിച്ചു അത്രേ, ഈ യുദ്ധവിമാനം അല്ല, നമ്മളെ വിമാനവാഹിനി കപ്പൽ അമേരിക്ക കൊടുത്തല്ലോ, അമേരിക്ക വിമാനവാഹിനി കപ്പൽ കൊടുത്തല്ലോ ഇസ്രയേലിന്, നിങ്ങൾ അറിഞ്ഞില്ലേന്ന് ചോദിച്ചു. അമേരിക്കയും കൂടെ നിങ്ങൾ അടിക്കാൻ നിൽക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോ ഹമാസിന്റെ നേതാവ് തകർന്നു പോയ കെട്ടിടത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പറയാണ്, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖശൗഹും ഫസാദഹും ഈമാനാ വഖാലു ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ഈ ആയത്താ ഓതിയത്, ഈ ആയത്താണ് ഓതി കൊടുത്തത്. നിങ്ങൾ ആരെയായി ഭീഷണിപ്പെടുത്തുന്നത്? പത്രക്കാരോട് ചോദിക്ക, നിങ്ങൾ ആരെയാ ഭീഷണിപ്പെടുത്തുക? അല്ലാഹ് ഞങ്ങൾക്കില്ലേ? ഇപ്പൊ ഇസ്രായേൽ സംഭവിച്ചെന്താ? ഇന്നത്തെ വാർത്ത, ഇറാന്റെ പിന്തുണയോടുകൂടിയുള്ള യമന്റെ ഹൂത്തികളെ പേടിക്കണം ഒരു സൈഡ്, ഒരു സൈഡ് ലബനാന്റെ ഹിസ്ബുള്ളയെ പേടിക്കണം, ഒരു ഭാഗത്ത് ഫലസ്തീന്റെ ഹമാസിനെ പേടിക്കണം. ഇനി നോക്കിക്കോ, പലരും ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേല് തോറ്റു തുന്നം പാടുമെന്നല്ല, 71 വർഷത്തിന് മുമ്പ് ഇവന്റെ ഒക്കെ തന്തയും തന്തയുടെ തന്തയും നാടിന്റെ നാനാഭാഗങ്ങളിൽ നടന്നു പോയ ഒരു രംഗമുണ്ട്. നൂൽ ബന്ധമില്ലാതെ, ഊടുതുണിക്ക് മറുതുണിയില്ലാതെ, എങ്ങനെയാ? കയറി കിടക്കാടമില്ല, കിടപ്പാടം നഷ്ടപ്പെട്ട്, വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണം ഇല്ല, ആര് സഹായിക്കുന്നില്ല. അവസാനം ഫലസ്തീന്റെ മക്കള്, അറബികളിലെ ഏറ്റവും നല്ല അറബികൾ ഫലസ്തീനികളാണ്. ആ അറബികൾ കിടക്കാൻ പായ വിരിച്ചു, കുടിക്കാൻ വെള്ളം കൊടുത്തു, കഴിക്കാൻ ഭക്ഷണം കൊടുത്തു, എല്ലാ സംവിധാനങ്ങളും കൊടുത്ത് അവസാനം ഇന്ന് പ്ലേറ്റില് ചപ്പാത്തി വെച്ച് ചിക്കൻ കറി ഒഴിച്ച് തിന്നുകൊണ്ടിരിക്കുമ്പോ എല്ലാം കൂടെ കറിയൊക്കെ വടിച്ചിട്ടൊരു മൂലയ്ക്ക് കൊണ്ട് വെക്കുന്നത് പോലെ ഫലസ്തീന്റെ ഗസയുടെ അവസ്ഥ. 40 കിലോമീറ്ററിന്റെ ചുറ്റളവിൽ 23 ലക്ഷം ആളുകൾ താമസിക്കുകയാണ്. അതിൽ 10,500 ഒരു മാസവും 4 ദിവസവും കൊണ്ട് കൊന്നുകളഞ്ഞു. അതിലും 4000-ൽ ശിഷ്ടം കുഞ്ഞുമക്കളാണ്, പിന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്, പിന്നെ ഏറ്റവും കൂടുതൽ വൃദ്ധരാണ്. പക്ഷെ നിങ്ങൾ കണക്കെടുക്ക്, ഹമാസ് കൊന്നവരുടെ കണക്ക് നിങ്ങൾ എടുക്ക്. 85-90 വയസ്സുള്ള 2 വയോധികളായ സ്ത്രീകൾ, ഇസ്രയേലി വനിതകൾ തടവിൽ പിടിക്കപ്പെട്ടു. ഫലസ്തീന്റെ ഹമാസിന്റെ പോരാളികൾ പിടിച്ചുകൊണ്ട് അവരുടെ അണ്ടർഗ്രൗണ്ടിൽ കൊണ്ടുപോയി, അവരുടെ തടങ്കൽ പാളയത്തിൽ കൊണ്ടുപോയിട്ട് വെറുതെ വിട്ടു. അവര് പത്രസമ്മേളനം വിളിച്ചിട്ട്, പ്രസ് മീറ്റ് വിളിച്ചിട്ട് പറഞ്ഞെന്താന്നറിയോ? അവര് പറയാണ്, ഞങ്ങള് സ്ത്രീകളല്ലേ, പേടിച്ചു ഞങ്ങളെ കൊന്നുകളയോന്ന്. പക്ഷേ പിടിച്ചപ്പോ തന്നെ ഫലസ്തീന്റെ യുവാക്കൾ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ അള്ളാനെ പേടിയുള്ളവരാണ്, ഞങ്ങൾ ഒരു ഉപദ്രവവും നിങ്ങൾക്ക് ചെയ്യൂല, നിങ്ങൾ നിരപരാധികളാണ്, യുദ്ധമുണ്ടായാൽ സ്ത്രീകളെ കൊല്ലരുത്, ഉപദ്രവിക്കരുത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ നേതാവാണ്, നബിയാണ്, അതുകൊണ്ട് നിങ്ങളെ ഒരു ഉപദ്രവം വെക്കൂല. ആ സ്ത്രീകൾ പറയാണ്, ഇസ്രയേലിന്റെ പെണ്ണുങ്ങളാ, 85 വയസ്സ് 90 വയസ്സുള്ള പെണ്ണുങ്ങൾ പറയാണ്, ഞങ്ങൾക്ക് ദിവസവും കഴിക്കുന്ന മെഡിസിൻ തീർന്നപ്പോൾ ആവശ്യത്തിനുള്ള അടുത്ത കമ്പനിയുടെ മരുന്ന് 2 ദിവസം കൂടുമ്പോ ഡോക്ടർ ഞങ്ങളെ സമീപിച്ച്, അതും ലേഡി ഡോക്ടറെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പകരം ഗുളിക തന്ന് ഞങ്ങൾ അത് കഴിച്ചു. ഞങ്ങൾക്ക് നല്ല ഭക്ഷണം, പാൽക്കട്ടിയും പഴവർഗ്ഗങ്ങളും തന്നു അവര്, ഈ പ്രവർത്തകര്. ഞങ്ങൾക്ക് സ്ത്രീകളായ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഞങ്ങളെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചു. കുളിക്കാൻ ഞങ്ങൾക്ക് ടവല് തന്നു, തേക്കാൻ ഞങ്ങൾക്ക് ഷാമ്പു തന്നു, നല്ല വെള്ളം തന്നു. ഞങ്ങളിതാ പുറത്തു വന്നിരിക്കുകയാണ്.
ഇതെപ്പോഴാ? 50,000-ഓളം വരുന്ന ഫലസ്തീനിലെ ഗർഭിണികളായ സഹോദരിമാർ മരണക്കിടക്കയിലായപ്പോൾ, 5,000-ഓളം വരുന്ന കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയപ്പോൾ, ഗർഭിണികളായ സഹോദരിമാരെ ചുട്ടരിച്ചപ്പോൾ, അഭയാർത്ഥി ക്യാമ്പുകളും മാധുരാലയങ്ങളും ആരാധനാലയങ്ങളും അതുപോലെ തന്നെ സ്കൂളും അതുപോലെ കോളേജുകളും എല്ലാം വിദ്യാഭ്യാസ കേന്ദ്രങ്ങളടക്കം എന്തിനേറെ ആംബുലൻസിൽ 20ഓളം വരുന്ന ആംബുലൻസുകളിൽ പെടഞ്ഞു വീണ മൃതശരീരങ്ങളെയും അതുപോലെ തന്നെ അല്പം ഉயிருള്ള മനുഷ്യരെയും താങ്ങിയെടുത്തിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥർ ആംബുലൻസിൽ ചീറിപ്പാഞ്ഞു പോകാനൊടുങ്ങുമ്പോൾ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് 20ഓളം ആംബുലൻസുകളെ ചുട്ടുകരിച്ച കശ്മലന്മാർ അവരുടെ 2 സ്ത്രീകളെ വെറുതെ വിട്ടു. അവര് പ്രസ് മീറ്റ് വിളിച്ചപ്പോഴേക്കും എല്ലാ പത്രക്കാരും അത് മുക്കിക്കളഞ്ഞു. മാതൃഭൂമിയിലോ ഇല്ല, മലയാള മനോരമയിലോ ഇല്ല, ഒന്നിലും ഇല്ല. അവർക്ക് സമയമില്ലല്ലോ. അവർക്ക് അവിടെ വെണ്ടയ്ക്ക നിരക്കണം. ഫലസ്തീൻ തീവ്രവാദികൾ, ഫലസ്തീനികൾ ഭീകരവാദികൾ. ഉളുപ്പുണ്ടോ? മഞ്ഞ മലയാള മനോരമയ്ക്കും മുത്തശ്ശി മാതൃഭൂമിക്കും ഉളുപ്പുണ്ടോ? ഇതൊക്കെ ഇപ്പോഴും വായിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? ഒക്കെ സങ്കടമായെങ്കിലും മനസ്സിൽ വെച്ചേതാ മതി. കാരണം ഞാൻ പറയുന്ന ദീന, ഞാൻ ഒരു പത്രത്തെ സപ്പോർട്ട് ചെയ്യുന്നല്ല. പക്ഷേ മുസ്ലിമീങ്ങളെ 24 മണിക്കൂറും ഇപ്പോഴും വർഗീയവാദികളാക്കിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ പഠിക്കുന്നില്ല. കച്ചവടക്കാർക്കൊക്കെ അത് വലിയ ഇഷ്ടമാണ്. കാരണം എന്നോടൊരാൾ പറഞ്ഞു, ഞാൻ വാങ്ങുന്നത് വായിക്കാനൊന്നും അല്ല, എനിക്ക് വായിക്കാൻ തന്നെ അറിയില്ല, പടം നോക്കാൻ പോലും എനിക്ക് സമയമില്ല. ഞാൻ വാങ്ങുന്നത് പൈസ കൊടുത്താൽ എന്ത്, പേപ്പറിന്റെ എണ്ണം കൂടുതലാണ്. പേപ്പറിന്റെ എണ്ണം കൂടുതലാണ്. അതെന്തിനാ? അന്നത്തെ ദിവസം പത്രം വരുത്തേണ്ട, പിറ്റേന്ന് ഏതെങ്കിലും കടയിൽ പോയിട്ട് തൂക്കി വാങ്ങിച്ചാൽ ഇതിന്റെ 4 പൈസ ആവൂലല്ലോ. നിങ്ങൾക്ക് പേപ്പറാണ് ഇഷ്ടമെങ്കിൽ ആലോചിച്ച് നോക്കിയേ. നമ്മൾ സമാധാനം പറയണം. ഇപ്പൊ നിങ്ങൾക്ക് ദേഷ്യം തോന്നും എന്നോട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പക തോന്നും. പക്ഷെ ഒന്നറിയണം, നാളെ ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു ദിവസം ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭീഷണി നമ്മുടെ നേരെ ഉയർത്തുമ്പോൾ നമ്മൾ പറയേണ്ടത് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഒരു ചുക്കും സംഭവിക്കൂല. ഖുർആൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് പറയേണ്ട രീതിയിൽ പറയണം, ഉള്ളുകൊണ്ട് പറയണം. അല്ലാതെ വെറും നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ. സഹോദരങ്ങളെ, സമയം അതിക്രമിക്കുകയാ. ഞാൻ പറയട്ടെ, അതുകൊണ്ട് ഏതെല്ലാം ഭീഷണികൾ വന്നാലും, ഏതെല്ലാം സാമൂഹികമായ ഭീതികൾ നമ്മളെ നേരിട്ടാലും പറയേണ്ടത് എന്താണ്? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദ് എന്ന് പറയുന്ന ഏറ്റവും വലിയ അധികാരിയായ ആ സവർണ ഫാസിസ്റ്റ് എന്താ ചെയ്തതെന്നറിയോ സഹോദരങ്ങളെ? വലിയ തീക്കുണ്ടാരമുണ്ടാക്കിയിട്ട് അതിലേക്ക് വലിച്ചെറിഞ്ഞല്ലോ. ആ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞ വാക്കേതാണ്? ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. എനിക്ക് അല്ല മതി, അല്ല മതി, അല്ല മതി, അല്ല മതി. ഒരു ചുക്കും നമുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. അല്ലാഹു നമ്മളെ സഹായിക്കും. ഹൃദയത്തിൽ നിന്ന് വരണം. അതുകൊണ്ട് ഏതൊക്കെ തിന്മകൾ, അതാണ് ആ മഹാൻ പറഞ്ഞത്, അജബുത്തു, എനിക്ക് അത്ഭുതം അതാണ്. ഈ ഖുർആൻ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് 2025 കൂടി പോകേണ്ടി വരുമെന്ന് പറയുമ്പോ, അല്ലോ ഇനി ആകെ 2 കൊല്ലേ ഉള്ളൂ. വീട് പെയിന്റ് അടിക്കാൻ പറഞ്ഞപ്പോ എന്നോടൊരു സഹോദരൻ പറഞ്ഞു, എന്തിനാ ഇനി പെയിന്റ് ഒക്കെ അടിക്കുന്നത്? ആ പൈസ ഉണ്ടെങ്കിൽ വല്ല മക്കള് ഞാനും കൂടെ തിന്നാൻ പോവുക. പെയിന്റ് ഒക്കെ അടിച്ചിട്ട് വേറെ ആൾക്കാർക്ക് താമസിക്കാനല്ലേ. ഇത്രയും വലിയ ഈമാനില്ലാത്ത മനുഷ്യർ ലോകത്തുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട് വെക്കാൻ ഒരുങ്ങിയവരും ഫൗണ്ടേഷൻ കെട്ടിയവരൊന്നും മടിക്കണ്ട, ധൈര്യമായിട്ട് കെട്ടിക്കോളി. നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്, എങ്ങും പോകുന്നില്ല. കാരണം എന്താ? ഏവം ഭീഷണിപ്പെടുത്തിയാലും നമ്മുടെ ഹൃദയത്തിൽ ഒന്നുണ്ട്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അല്ലാഹ് നമുക്ക് മതി. ഏൽപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വക്കീല് അല്ലാഹു തന്നെയാണ്. ഇനി 4ാമത് നമ്മൾ നേരിടുന്ന പ്രശ്നം ഏതെന്നറിയോ സഹോദരങ്ങളെ? 4ാമത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏതാണ്? അത് ചതിയാണ്. കൂടെയുള്ളവർ നമ്മളെ കാലുവാരും ചതിക്കും. കൂടെയുള്ളവർ നമ്മളെ ചതിക്കും. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി നമുക്ക് സഹിക്കാൻ പറ്റാത്തത്, നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവരിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന ചില നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചില വാക്കുകൾ, അല്ലെങ്കിൽ അവർ നമ്മളെ ചതിക്കുന്നത്, ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല.
ചതിക്കപ്പെട്ടു എന്ന് ആർക്കെങ്കിലും തോന്നുന്നത് അവരറിയാതെ അവരുടെ വാക്കുകളിൽ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഉണ്ടായപ്പോൾ മാനസികമായി ഒട്ടും അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാകുമ്പോ അതിന്റെ പേരില് ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ അകന്നു പോകുന്നതൊഴിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കൂടെ നിന്നിട്ട് ചതിക്കുന്നവർ, കൂടെ നിന്നിട്ട് ഒറ്റുകൊടുക്കുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ കാര്യം അവരുടെ ഈ ചതിയിൽ എന്നാലും അവൻ അങ്ങനെ ചെയ്തല്ലോ എന്നോട് ഒരു മഹാൻ പറഞ്ഞ എന്താണെന്നറിയോ? നിന്റെ കൂട്ടുകാരൻ നിന്നെ ചതിക്കുമ്പോ, നിന്റെ സുഹൃത്ത് നിന്നെ ചതിക്കുമ്പോ നീ ചിന്തിക്കേണ്ടത് ഇവൻ അള്ളാഹുവിനെ എത്ര വട്ടം ചതിച്ചിരിക്കുന്നു, ഇവൻ അള്ളാഹുവിനോട് എന്തെല്ലാം അക്രമം ചെയ്തിരിക്കുന്നു. അള്ള തിന്നാൻ കൊടുത്തു, എന്നിട്ട് അവൻ കൊഞ്ഞനം കുത്തി. അള്ള കുടിക്കാൻ കൊടുത്തു, എന്നിട്ട് അള്ളാനെ തിരിഞ്ഞു നോക്കിയില്ല. അള്ളാഹു ഉടുക്കാൻ കൊടുത്തു, എന്നിട്ട് അവൻ കള്ളു കുടിച്ചു. ഇതൊക്കെ അള്ളാഹുവിനോട് കാണിക്കുന്ന ധിക്കാരമല്ലേ? ഞാൻ അവരെന്ത് കൊടുത്തിട്ടാ? എന്റെ ചങ്ങാതിയായെന്ന് മാത്രമല്ലേ ഉള്ളൂ. അത്ര ചിന്തിച്ചാൽ മതി, എല്ലാ പ്രശ്നവും മാറും. അതുകൊണ്ട് പടച്ചവനോട് ചെയ്യുന്ന ധിക്കാരങ്ങളെ ഓർത്താൽ പടപ്പുകൾക്ക് സമാധാനം കിട്ടുമെന്നാണ്. നമ്മളിപ്പോ ഒരാളെ അങ്ങോട്ട് അടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എല്ലാം തുറന്ന് അവനോട് പറയരുത്. എന്താ കാര്യം എന്നറിയോ? ഒറ്റ കാര്യം, നാളെ എനിക്കെതിരെ തിരിഞ്ഞിരിക്കും. ഒരാളെ വെറുക്കുമ്പോ പരിധി വിട്ടിട്ട് അവനെ പ്രകോപിപ്പിക്കരുത്, അവനെ ദേഷ്യം പിടിപ്പിക്കരുത്, അവനെ ചീത്ത പറയരുത്. കാരണം ഇവൻ നാളെ നിന്റെ മിത്രമായി വരും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, അഹബബ് ഹബീബക ഹൗനമ്മ അസാ അൻ യകൂന ബഗീലക യൗമമ്മ അബ്ഗള ബഗീലക ഹൗനമ്മ അസാ അൻ യകൂന ഹബീബക യൗമമ്മ. നിന്റെ കൂട്ടുകാരനെ നീ കൂടുതൽ മനസ്സ് തുറന്ന് കാണിക്കരുത്, കാരണം അവൻ നിന്റെ ശത്രുവാകാം. നിന്റെ ശത്രുവിനെ ഒരിക്കലും നീ അടച്ചാക്ഷേപിക്കരുത്, അടിച്ചിരുത്തരുത്, ഒതുക്കിക്കളയരുത്, കാരണം അവൻ നാളെ നിന്റെ മിത്രമായേക്കാം. അള്ളാഹുവിന്റെ ഖുർആൻ ഈ ആയത്ത് പറയുമ്പോ ഒരു മനുഷ്യൻ ഒരാളുടെ ചതിയിൽപ്പെട്ടു പോയാൽ ആ ചതിക്കപ്പെട്ട മനുഷ്യനോട് അള്ളാഹുവിന്റെ വലിയുള്ള അത്ഭുതം എന്തെന്നറിയോ? ഖുർആനിന്റെ ഒരു ആയത്ത് അവന്റെ മുമ്പിൽ അള്ളാഹു എടുത്തു കൊടുക്കുമ്പോ ആയത്ത് പഠിച്ചു വെച്ചിട്ട് എന്തിനാണ് അവന് സങ്കടപ്പെടുന്നത്? ഏതാണ് ആയത്തെന്നറിയോ? വഉഫവ്വിളു അംരീ ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. ഈ ആയത്ത് നമ്മളെ എപ്പോഴും ഓതണേ സഹോദരങ്ങളെ. വഉഫവ്വിളു അംരീ ഇലല്ലാഹ്, എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അല്ലാഹുവിനെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാ. ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്, അല്ലാഹു എല്ലാ അടിമകളെയും നോക്കുന്നവനാണ്, കാണുന്നവനാണ്. ഈ ആയത്ത് നമ്മൾ എപ്പോഴും സഹോദരങ്ങളെ ചതിക്കപ്പെടുമ്പോ ഓതണം. അല്ലാഹു അവനെ കാണുന്നുണ്ട്, എന്നെ കാണുന്നുണ്ട്. എന്റെ കാര്യം ഞാൻ അവനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, എന്റെ കാര്യം ഞാനല്ല നോക്കുന്നത്, എന്റെ കാര്യം ഞാൻ അവനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതാര് പറഞ്ഞ വാക്കെന്നറിയോ? ഫിർഔനിന്റെ കൂടെ ഉണ്ടായിരുന്ന ഫിർഔനിന്റെ ഭാഗത്ത് നിന്ന് ചതി വന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ വാക്കാണ്. അല്ല പറഞ്ഞത് എന്താണ്? ഫവഖാഹുല്ലാഹു സയ്യിആതി മാ മകറൂ, ഫവഖാഹുല്ലാഹു സയ്യിആതി മാ മകറൂ. അവരുടെ ചതിയിൽ നിന്ന് അല്ലാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയാ. മൂസാ നബിയെ ഫറോവയുടെ ആ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? ഒരൊറ്റ കാര്യമാണ്. ഈ മൂസാ നബി പറഞ്ഞു, വഉഫവ്വിളു അംരീ ഇലല്ലാഹ്, എന്റെ കാര്യം ഞാൻ ഏൽപ്പിക്കുന്ന അധികാരികളിലേക്കല്ല, നിയമപാലകരിലേക്കല്ല, നീതിന്യായ കോടതികളിലേക്കല്ല. എന്റെ കാര്യം ഞാൻ ഏൽപ്പിക്കുന്നത് ഇതിനെ എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന എന്റെ അല്ലാഹു അറിയിച്ചതനുസരിച്ച് മുസബ്ബിബുൽ അസ്ബാബായ അല്ലാഹുവിന്റെ ഇടപെടൽ കൊണ്ട് എന്റെ ഒരു പ്രശ്നമുണ്ടായാൽ കോടതിയെ ഞാൻ സമീപിക്കണം, രാജ്യത്തിന്റെ നിയമമാണ്. നിയമപാലകരെ സമീപിക്കണം, അത് രാജ്യത്തിന്റെ നിയമമാണ്. പക്ഷേ അപ്പോഴും ഞാൻ ഭരമേൽപ്പിക്കുന്നത് എന്റെ അല്ലാഹ്. വഉഫവ്വിളു അംരീ
ഇലല്ലാഹ്, എന്റെ കാര്യങ്ങൾ ഞാൻ അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുകയാ. ഇത് പറഞ്ഞാൽ ഫവഖാഹുല്ലാഹു സയ്യാതി മാ മകറൂ, അല്ലാഹു ചതിയിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നതാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, ഏത് അവസ്ഥകളിലും നമ്മൾ നേരിടുന്ന 4 അവസ്ഥകളാണ്. 1 മാനസികമായ പ്രയാസം, 2 ശാരീരികമായ ദുർബലത, 3 നമ്മൾ അനുഭവിക്കുന്ന സാമൂഹികമായ ഭീഷണി, 4ാമത്തേത് കൂടെയുള്ളവരുടെ ചതി. ഇത് 4 അത്ഭുതം എന്താണ്? ഖുർആന് കയ്യിലുള്ളപ്പോ എന്തിനാണ് സങ്കടപ്പെടുന്നത്? മാനസികമായ വ്യഥകൾ വരുമ്പോൾ നമ്മൾ പറയണം അലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അത് കഴിഞ്ഞാൽ ശാരീരികമായ രോഗങ്ങൾ നേരിടുമ്പോൾ പറയണം റബ്ബി ഇന്നി മസ്സനിയൽ ളർറു വ അന്ത അർഹമുർ റാഹിമീൻ. മാനസികമായ സാമൂഹികമായ ഭീഷണികൾ നേരിടുമ്പോൾ നമ്മൾ പറയണം ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. സഹോദരങ്ങളെ, ഒരാളുടെ ചതിയിൽ നമ്മൾ പെട്ടുപോയാൽ പറയണം അല്ലാഹു ഫവ്വിളു അംരി ഇലല്ലാഹ്. പടച്ചവനെ ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്, നീ എല്ലാരെയും കാണുന്നുണ്ട്, അവനെയും കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് എന്റെ കാര്യം ഞാൻ അവനെയെല്ലാം നിന്നെയാണ് ഏൽപ്പിക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും സാമൂഹിക, ശാരീരിക, മാനസിക വ്യഥകൾ നമ്മൾ നേരിടുമ്പോൾ അള്ളാഹുവിനെ സർവ്വതും ഏൽപ്പിച്ചിട്ട് അവന്റെ ഖുർആനിലേക്ക്, അവൻ നമുക്ക് പഠിപ്പിച്ചെന്ന ദിക്റിലേക്ക് മടങ്ങിയാൽ സകല വിപത്ത്, പ്രതിസന്ധി, പ്രാരാബ്ധ, വിഷമ, സങ്കീർണ, സംഘർഷ അവസ്ഥകളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. ആരാ? കണ്ടാട്ടിയ നമ്മുടെ കൽബ് നിയന്ത്രിക്കുന്ന ആരാ? പറ. കാമുകിയ. കൽബ് എന്ന് ഹൃദയത്തിന്, ഹാർട്ടിന് കൽബെന്ന് പേര് വരാൻ കാരണം എന്താണ്? കൽബെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? മലക്കം മറിച്ചിൽ. കൽബെന്ന് പറഞ്ഞാൽ മറിച്ചിൽ. ആരാ മറിക്കുന്നത്? യുഖല്ലിബുഹാ കൈഫ യശാ. അല്ലാഹു അവന്റെ കൽബിനെ, നമ്മുടെ കൽബിനെ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ മറിച്ചുകൊണ്ടേയിരിക്കും. അതാണ് കൽബ് എന്ന് പേര് വന്നത്. അതാണ് കൽബെന്ന് പേര് വന്നത്. അല്ലാഹു മറിക്കാൻ കാരണം എന്താ? ഒരു മനുഷ്യന്റെ ഹൃദയം ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ, അല്ലാഹുവിന്റെ 2 വിരലുകളുടെ ഇടയിലാണ് നമ്മുടെ ഹൃദയം ഉള്ളത്. അല്ലാഹു എന്താ ചെയ്യുന്നത്? യുഖല്ലിബുഹാ കൈഫ യശാ. ഇങ്ങനെ അല്ലാഹു മറിച്ചുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ടാണ് ഒരു ദുആ പഠിപ്പിച്ചത്, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന അല്ലാഹ്. ഇന്ന് എന്റെ മനസ്സിനുള്ള ആ ഒരു ചിന്ത ആവൂല നാളെ എന്റെ മനസ്സിലുണ്ടാവുക. കാരണം മറിയും. നമ്മൾ അതാണ് പറയുന്നത്, എഗ്രിമെന്റ് വെക്കുന്നത് കൊണ്ടാ. കച്ചവടക്കാര്, ഈ ഭൂമി കച്ചവടക്കാരുണ്ടല്ലോ, റിയൽ എസ്റ്റേറ്റ്, അവരോട് ഈ കച്ചവടക്കാര് എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയും തുണിക്കടയാണ്, മരക്കടയാണ്, തടിക്കടയാണ്, സ്വർണ്ണക്കടയാണ്, പച്ചക്കറി കടയാണ്, പഴക്കടയാണ്, ഇങ്ങനെ പല കടകളുടെ പേര് പറയും. ചില ആളോട് ചോദിച്ചാൽ പറയും ഓ ചെറിയ ബിസിനസ് ഒക്കെ. അതെന്തായിരിക്കും? റിയൽ എസ്റ്റേറ്റ് ആയിരിക്കും. ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയാതെ പറയുന്നത് അത് റിയൽ എസ്റ്റേറ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് ആർക്കറിയാലോ നന്നായിട്ട്. എത്രയ്ക്ക് കൊടുക്കൂടെ? 50 സെന്റ് ഉണ്ട്, 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കാം. ശരി, എന്നാ എഗ്രിമെന്റ് പോയി. എന്താ എഗ്രിമെന്റ് വയ്ക്കാൻ കാരണം? കൽബല്ലേ. നാളെ ചിലപ്പം വേറൊരുത്തും വന്നിട്ട് 55 പിന്നെ 5.5 ലക്ഷം രൂപ വെച്ച് പറഞ്ഞാൽ ഇവന്റെ കൽബ് മറിയും. ഈ കൽബ് എന്ന ഹൃദയത്തിന് പേര് വന്നത് അതുകൊണ്ടാണ്. സഹോദരങ്ങളെ, കൽബ് എന്ന് പറയുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ 2 വിരലുകളുടെ ഇടയിലാണ്. അവൻ ഉദ്ദേശിക്കുന്നത് പോലെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുമെന്ന് പഠിപ്പിച്ചത് കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഒരു മനുഷ്യന്റെ കൽബ്, ആ മനുഷ്യന്റെ കൽബ് അവന് പ്രയാസപ്പെടുമ്പോൾ, അവന്റെ മനസ്സ് പ്രയാസപ്പെടും സമയത്ത് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു മനസ്സ് പ്രയാസപ്പെടാതിരിക്കാൻ ന്യായമെന്താ? കാരണം കൽബിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാ. കൽബ് പടച്ചവനാണ്, കൽബ് നിയന്ത്രിക്കുന്നവനവനാണ്, കൽബിനെ തിരിക്കുന്നവനാണ്, ഹൃദയത്തിന്റെ ചലന നിശ്ചലന ഗതിവിഗതികളെല്ലാം നിയന്ത്രിക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ ഏത് സമയത്തും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു പരീക്ഷണങ്ങൾ തരുമ്പോ, മാനസികമായ വ്യഥകൾ തരുമ്പോ, ഇതേ കൽബിനെ മറിക്കുന്ന അല്ലാഹു
തന്നെ പറയുന്നു, പരിഹാരം കള്ളു കുടിക്കലല്ല, പരിഹാരം നിങ്ങൾ ഏതെങ്കിലും തമാശയുള്ള സിനിമകൾ കാണലല്ല, നിങ്ങളുടെ സമാധാനം തിരിച്ചു കിട്ടാൻ ഒരു കയറിന്റെ കഷണം, ഒരു കയറിന്റെ തുമ്പെടുത്തിട്ട് കഴുത്തിലേക്ക് ഇട്ടിട്ട് ആത്മഹത്യ ചെയ്താലല്ല, പിന്നെ എങ്ങനെയാണ് സമാധാനം നിങ്ങൾക്ക് കിട്ടുക? അള്ളാന്റെ ഖുർആൻ പറയുന്നു, ഒരൊറ്റ വരി നിങ്ങൾ പറയുമോ? ഇതെന്റെ വാക്കല്ല, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ലോകത്തോട് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. അനുഭവങ്ങളാ സഹോദരങ്ങളെ, മഞ്ഞുരുകുന്നത് പോലെ, മല പോലെ വന്നത് മഞ്ഞ് പോലെ പോയെന്ന് പറയുമല്ലോ. വല്ലാതെ മനസ്സിനകത്ത് തളം കെട്ടി കാർമേഘം ഇരുണ്ടുകൂടുമ്പോ ഈ ഒരൊറ്റ ആയത്ത് നമ്മൾ ഓതിയാൽ അല്ലാഹു കർക്കടകം പെയ്യിപ്പിക്കുകയാ. എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒലിച്ചലിഞ്ഞങ്ങ് പോകും, ഒരു സംശയമില്ല. പക്ഷേ നമ്മൾ പറയാൻ നമ്മൾ തയ്യാറാകണം, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. ഇതിനകത്ത് എന്താണ് അടങ്ങിയിരിക്കുന്നതെന്നറിയോ? അത് പറയാൻ തന്നെ അറിവുള്ളവർക്ക് ഒരു ദിവസം വേണം, എനിക്ക് 2 മിനിറ്റ് മതി, അറിവ് കുറവാ. അതിനകത്തുള്ള ആ ദിക്റിനകത്തുള്ളത് എന്താണ്? ഒന്ന് ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവിന്റെ ഉലൂഹിയത്ത് അതിനകത്തുണ്ട്. എന്നിട്ടോ സുബ്ഹാനക, അല്ലാഹുവിന് വേണ്ടിയുള്ള പരിശുദ്ധി, ഒരു തസ്ബീഹ് അതിനകത്തുണ്ട്. വീണ്ടും അതിനകത്തുണ്ട് ഇന്നി കുന്തു മിനൽ-ളാലിമീൻ, അവന് സ്വന്തം അക്രമിയാണ് എന്ന് അവന്റെ ആ ഒരു ബലഹീനതയെ പടച്ചവന്റെ മുന്നിൽ സമ്മതിക്കുകയാണ്. വലിയ അർത്ഥമുള്ള ആയത്താണ്. അതുകൊണ്ട് ചവറയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട പെങ്ങളെ, മനസ്സിനകത്ത് എന്ത് സങ്കടം നിങ്ങൾക്ക് വന്നാലും പറഞ്ഞോ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. ദുർമന്ത്രവാദികളുടെ മുമ്പിൽ ചെന്നിട്ട് കരയലല്ല, കള്ളക്കണ്ണീരൊഴുക്കിയിട്ട് ഈ സഹോദരങ്ങളെ നമ്മുടെ സങ്കടങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോ അത് ചെയ്യുന്ന പറയുന്ന ദുർമന്ത്രവാദികളുടെ അടുത്ത് പോകലല്ല. എന്ന് പറഞ്ഞാൽ ഞാനൊരു മുജാഹിദാണെന്ന് നിങ്ങൾ കരുതിപ്പോണ്ട. നല്ല മന്ത്രവാദിമാരുണ്ട്, പൊയ്ക്കോ. ദുർമന്ത്രവാദിമാരുടെ അടുക്കലല്ല പോകേണ്ടത്. അള്ളാന്റെ ഖുർആൻ പറയുന്നു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. ഈ ഒരൊറ്റ ആയത്ത് മതി മനപ്രയാസം കിട്ടാൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ ഖുർആന്റെ ആയത്തും തോളിൽ വെച്ചുകൊണ്ട് പോകുന്ന ഒരുത്തനെ സങ്കടപ്പെട്ട് സിഗരറ്റും വലിച്ച് കള്ളം കുടിച്ച് മൂലക്കിരിക്കുന്നത് കാണുമ്പോൾ അജബുത്തു, എനിക്ക് അത്ഭുതമാണെന്ന് പറയുന്നത് ഒരു വലിയ മഹാനാണ്. ഇതൊക്കെ പഠിച്ചു വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക? സങ്കടം വരുമ്പോ നേരെ പോകുന്നു എവിടെയാ? പിന്നെ എന്താണ്, ശങ്കരമംഗലം അല്ലെ? ശങ്കരമംഗലം അല്ലെ കടപ്പുറം ഉള്ളത്? നീണ്ടകര. അവിടെ കടപ്പുറം ഇല്ല? നീണ്ടകര. അല്ലെങ്കിൽ കടൽ എവിടെ ഉണ്ടോ അവിടെ പോയിട്ട് കടലിൽ ഇങ്ങനെ ഒരു ചെറിയ കല്ലും പറക്കി കടലിലേക്ക് എറിഞ്ഞിട്ട് ഇങ്ങനെ കപ്പലണ്ടിയും കുറിച്ചിരിക്കുക. എന്താ പ്രശ്നം? മനസ്സിന് വല്ലാത്തൊരു സംഘർഷം. അതുകൊണ്ടാണ് വേണ്ട, ഈ ഒരു ദുആ മതി, ഈ ഒരു ദിക്ർ മതി. ചിലപ്പോ നമ്മളെ മക്കളൊന്നും വിളിക്കാതിരിക്കും, ചിലപ്പോ ഭാര്യ വിളിക്കാതിരിക്കും, ചിലപ്പോ ഭർത്താവ് വിളിക്കാതിരിക്കും. ആ സമയത്ത് നമ്മൾ അതിന്റെ പരിഹാരം തേടുന്നതോടൊപ്പം തന്നെ മനസ്സ് അസ്വസ്ഥമാകുമ്പോ ആ അസ്വസ്ഥമായ മനസ്സിനെ സ്വസ്ഥമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള പരിഹാര മാർഗം അല്ലാഹു പറഞ്ഞു, നീ ഈ തസ്ബീഹ് ചൊല്ലിക്കോ. പരീക്ഷണം വരാത്ത ആരാ? മനസ്സിന് സമാധാനമില്ലാത്തത് ആർക്കാ? ദുഷ്ടശ്വാനന പോലെയാണ് മനസ്സിന്റെ സംഘർഷവും പരീക്ഷണങ്ങളും. ദുഷ്ടശ്വാനന്റെ പ്രത്യേകത എന്താ എന്ന് പറഞ്ഞാൽ, പേപ്പട്ടിയുടെ പ്രത്യേകത എന്താ? നമ്മൾ പോകുമ്പോ തെരുവ് നായ വരികയാണ്. ആ തെരുവ് നായ, നമ്മൾ പേടിച്ചു എന്ന് ആ നായ മനസ്സിലാക്കിയാലുണ്ടല്ലോ, നമ്മൾ പേടിച്ചെന്ന് നായ മനസ്സിലാക്കിയാൽ നമ്മളെ കൂടെ വരും. അത് നമ്മൾ ഓടിച്ചിട്ട് കടിക്കും. നേരെ മറിച്ച് നിങ്ങളൊന്ന് ഒരു ചെറിയ ഒരു ടെസ്റ്റ് ഡോസ്, പട്ടി കടിക്കാൻ വരുന്ന സമയത്ത്, നായ ആക്രമിക്കാൻ വരുന്ന സമയത്ത് തിരിഞ്ഞു നിന്നിട്ട് മുണ്ടും മടക്കി കുത്തിട്ട് കാണട്ര എന്ന് പറഞ്ഞു നോക്ക്, ആ പട്ടി അപ്പോഴേക്ക് ഓടും. ഇതുപോലെയാണ് മനപ്രയാസം. നമ്മൾ എത്രത്തോളം സങ്കടപ്പെട്ടിരിക്കുമോ നമ്മളെ വീണ്ടും സങ്കടത്തിലേക്കാക്കിക്കൊണ്ടിരിക്കും. എന്തും വരട്ടെ, നേരിടാൻ ഞാൻ തയ്യാറാണ്, അതിനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട് എന്ന് പറഞ്ഞ് അതിനെ നേരിടാൻ നമ്മളൊന്ന് തിരിഞ്ഞു നിന്ന് നോക്ക്. പ്രയാസം വന്ന വഴി അങ്ങ് പോകും. ചിന്തകന്മാര്, എഴുത്തുകാര് പ്രതിസന്ധികളെയും വിശ്വാസിയും തമ്മിൽ ഉപമിച്ചിരിക്കുന്നത് കളകളാരവം മുഴക്കി ഒഴുകുന്ന ചെറിയ അരുവിയിൽ രൂപപ്പെട്ട ചെറിയ പാറ പോലെ എന്നാണ്.
വിശ്വാസി ഒഴുകുന്ന വെള്ളമാണ്. അവനിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ ആ ഒഴുക്കിന്റെ മധ്യേ രൂപപ്പെട്ട വലിയൊരു പാറ, അതാണ് പ്രതിസന്ധി, മനപ്രയാസം. അതാണ് ഈ വെള്ളം എന്താ ചെയ്യുന്നത്? വെള്ളം എന്ത് ചെയ്യും? തിരുവനന്തപുരത്തൊക്കെ ഇടത്തോട്ടോ വലത്തോട്ടോ കയറി ഒഴുകി അങ്ങ് പോകും. അല്ലാതെ പാറ പൊട്ടിച്ച് ചിപ്സാക്കി പിന്നെ അതിനെ മെറ്റിലാക്കി അതിനെ പിന്നെ പാറപ്പൊടിയാക്കിയിട്ട് ഞാൻ ഒഴുകാം എന്ന് വെള്ളം തീരുമാനിക്കൂല. ഇടത്തോട്ടോ വലത്തോട്ടോ അതിന് പറ്റുന്നൊരു ദിശയിലേക്ക് വെള്ളം ഒഴുകി അതിന്റെ ഒഴുക്കങ്ങ് തുടരും. ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിലോ, ഇടത്തോട്ടും വലത്തോട്ടൊന്നും പോകാൻ അനുവദിക്കാതെ ഈ പാറ അത്രയും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വെള്ളം എന്താ ചെയ്യുക? കുത്തിമറിഞ്ഞ് ആ പാറയുടെ മുകളിലൂടെ നേരെ ഒരു ചാട്ടം ചാടും. ഇതല്ലേ സംഭവിക്കുക? ഇതുപോലെയാകണം വിശ്വാസി. അവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, അവന് മനപ്രയാസം വരുമ്പോൾ അവന് ചെയ്യേണ്ടത് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് അവന് സഞ്ചരിക്കണം. അല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ട് അതിന്റെ മുകളിലൂടെ പോകാൻ അവന് കഴിയണം. അല്ലാതെ ആ പ്രതിസന്ധി തീരട്ടെ, മനപ്രയാസം തീരട്ടെ, ഞാൻ ജീവിക്കാമെന്ന് കരുതിയിട്ട് അടച്ചുമൂടിയ റൂമിനകത്ത് കയറിയിരിക്കലല്ല പെങ്ങള്. അത് ഒരിക്കലും മാറില്ല. ഈ ഭൗതിക ലോകത്തൊരിക്കലും മാറില്ല. മനപ്രയാസം മാറുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. എവിടെയാണെന്നറിയോ? അത് ചവറയിലെ നിന്റെ വീടല്ല, ചവറയിലെ നിന്റെ മാർക്കറ്റല്ല, ചവറയിലെ നിന്റെ ഹോസ്പിറ്റലല്ല, ചവറയിലെ നിന്റെ ഒരു സ്കൂളല്ല, ചവറയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ല, അല്ലെങ്കിൽ നിനക്ക് കൗതുകം പകരുന്നതായ കടലിന്റെ തിരമാലകളെ എണ്ണുന്ന കരയിലല്ല. എവിടെയാണ് മനക്ലേശമില്ലാത്ത, മനപ്രയാസമില്ലാത്ത സ്ഥലമെന്നറിയോ? ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഏതാ? എന്റെ ചവറയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അറിയുമോ ആ സ്ഥലം ഏതാണ് എന്ന്? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ കാണാ, ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് കടന്നുപോയ ആ മനുഷ്യൻ അവിടെ എത്തിയിട്ട് പറയുന്ന വാക്കെന്തെന്നറിയോ? ഖാലൂ വഖാലുൽ ഹംദുലില്ലാഹ് الذي أذهب عنا الحزن إن ربنا لغفور شكور. അല്ലാഹു പറയുകയാണ്, സ്വർഗനിവാസികൾ കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട്, മുഖരിതമായ സൽസബീലിന്റെ തസ്നീമിന്റെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നയനാനന്ദകര, ഒരു കാതും കേട്ടിട്ടില്ലാത്ത കർണാനന്ദകര, ഒരു ഹൃദയത്തിൽ ഇന്ന് വരെ ഉദിക്കാത്ത ഹൃദ്യമായ പടച്ചവന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിലേക്ക് അവനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ സ്വർഗത്തിന്റെ സുന്ദരമായ പർദീസയിലെ മട്ടുപാവിൽ ഇരുന്നിട്ട് അവനെ പറയുന്ന വാക്കേതാ? അല്ലദീ അദ്ഹബ അന്നൽ ഹസൻ. അല്ലാഹു എന്റെ ദുഃഖങ്ങളൊക്കെ മാറ്റി തന്നിരിക്കുകയാ, എന്റെ പ്രയാസമൊക്കെ അല്ലാഹു മാറ്റി തന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, മനസ്സിന് പ്രയാസം മാറുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അത് അല്ലാഹു നമുക്ക് തരുന്ന സ്വർഗമാണ്. അല്ലാഹു നമുക്ക് തരുന്ന സ്വർഗമാണ്. ആ സ്വർഗത്തിലെത്തണമെങ്കിൽ മരിക്കണം പ്രിയപ്പെട്ടവരെ. മരിക്കുന്നത് വരെ നമ്മൾ പ്രയാസത്തിൽ തന്നെയാകെ സംശയമില്ല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നൽ ഇൻസാന ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. മനുഷ്യനെ പ്രയാസത്തിലാണ് അല്ലാഹു പടച്ചിട്ടുള്ളത്. അല്ലാഹു പടച്ചത് പ്രയാസത്തിലാണ്.